ആദില ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനോട് വിട പറയുകയാണ്. നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 96th ഡേ ആൻഡ് 19th എവിക്ഷൻ. അതിൽ വെൽക്കം ടു ലൈൻ. താങ്ക് യു. അതിൽ ഐ സ്റ്റിൽ റിമെമ്പർ ഓഡിഷന് വന്നിരിക്കുമ്പം 20 ദിവസം ആണ് പറഞ്ഞത് അല്ലേ? അതെ അതെ 80 days and now it is 96 days. What do you feel? അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഇത്ര നിൽക്കുമെന്ന്. കാരണം നിൽക്കുന്നോ? ഇത്ര നിൽക്കുമെന്ന് എവിക്റ്റ് ആവുന്ന unexpected. Okay, എവിക്ഷൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്ക് ലാലേട്ടൻ പറഞ്ഞപ്പോ ഒരു ഇതുണ്ടായിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇത്രം ദിവസം നിക്കാന്ന് പറഞ്ഞാൽ അത് എന്തോ തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? 20 ദിവസം എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്നാലും മനസ്സിൽ 20 ശരിക്കും എന്തായിരുന്നു വിചാരിച്ചത്? ശരിക്കും ഒരു എന്താ പറയാ, ഞാൻ കൂടുതലല്ല കുറച്ച് ഇതാക്കി ഒരു 2 ആഴ്ച അങ്ങനത്തേക്കായിരുന്നു. പിന്നെ ഒന്ന് വലിച്ച് 20 ആക്കിയതായിരിക്കും. എനിക്കപ്പൊ എന്താ പറഞ്ഞത് ഓർമ്മയില്ല. ഉം. അപ്പോ പ്രതീക്ഷയില്ല എത്ര നിക്കാൻ പറ്റുന്നു. കാരണം പുറത്ത് ഓൾറെഡി ഹേറ്റഡ് ആണ്. അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്ന്. ഇപ്പൊ മനസ്സിലായി ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മനസ്സിലായി. യു ഷുഡ് ബി വെരി ഹാപ്പി യെസ്. ബിക്കോസ് നമ്മൾ ടോട്ടൽ 25 പേരുള്ളതില് 19th എവിക്ഷൻ ആണ്. അതെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഞാൻ ഇവിടെ വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, ഒരു 10 എവിക്ഷന് ശേഷം 10 പേര് ബാക്കിയായപ്പോ തൊട്ട് ഇനി നല്ലത് മോശം എന്നൊന്നുമില്ല. ഇനി ഓരോരുത്തരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കാം. അല്ല, അങ്ങനെ ആരും മോശമല്ല. ബാക്കി എല്ലാവരും നല്ലതാണ്. അപ്പം ഒരാൾ കുറച്ചും കൂടെ നന്നായി എന്ന് പറയുന്നതായിരിക്കും അതിനെ അങ്ങനെ ഫ്രെയിം ചെയ്യുന്നതായിരിക്കും. പട്ടാ ഗേൾസ് എന്നൊരു പേരുള്ളത് അറിയോ? അറിയാം. എങ്ങനെയാ പേര് വന്നേ? ഞാൻ മൊത്തം എന്തായിരുന്നു ആ പേര് വരാനുള്ള റീസൺ? എവിടെ പോവാനൊക്കെ പ്ലാൻ? ഞങ്ങള് പട്ടായ പോണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗേൾസ് ട്രിപ്പ്. പക്ഷെ എന്തോ പട്ടായ അങ്ങട് തലയിൽ കേറിപ്പോയി. അപ്പൊ പിന്നെ നമ്മള് അങ്ങനെ തന്നെ തീരുമാനിച്ചേ. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ബട്ട് സ്റ്റിൽ എന്തോ അങ്ങനെ വന്നു നമ്മൾ വിചാരിച്ചു. അപ്പോ അങ്ങനെ പട്ടായാന്ന് പറഞ്ഞ് പിന്നെ പട്ടായ പോവാന്ന് പറഞ്ഞ്. അപ്പൊ ഒന്നും പട്ടാൻ ഗേൾസ് അങ്ങനത്തെ ഒരു സംഗതി ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് നമ്മള് ഈ അനു ഓക്കെ അല്ലാത്ത ടൈമില് അവള് ഒരു ക്രൈ ബേബി ആയിരുന്നു സ്റ്റാർട്ടിങ്ങില്. സോ അപ്പൊ അതൊന്ന് ഞാൻ ഒന്ന് ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ തമാശകളൊക്കെ കാണിച്ച് അവളൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടാ പട്ടാ പട്ടാന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി. പിന്നെ അത് പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയോ ആയിപ്പോയി. അങ്ങനെയാണ് നമ്മള് പട്ടാ ഗേൾസ് ആയിട്ട് കാണുന്നത്. അത് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനീഷ്യലി നമുക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഇത്ര നിൽക്കുമെന്ന്. അതൊന്നാമത്തെ കാര്യം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം നിൽക്കുന്നിടത്തോളം നിൽക്കുക, എല്ലാവരുമായിട്ട് നല്ലോണം ഇന്ററാക്ട് ചെയ്ത് നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോ അത്രമേലെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് നോക്കിയേക്കാം. നമ്മൾ കണ്ടിട്ടുണ്ട് മണി ബോക്സ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് അതെന്ത് ഗെയിം ആയിരിക്കും, എങ്ങനെയായിരിക്കും, ഇനി തൊടുമ്പോ അപ്പൊ തന്നെ പോവാൻ, അങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ കണ്ടേക്കുന്നത്. ആ അപ്പോ അത് പോവാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ചെറിയൊരു പ്രാക്ടീസ് ഒക്കെ നടത്തി. വേറെ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ട് അത് നമ്മളൊരു കുളിക്കിറ്റ് പേരിട്ടിട്ട് നമ്മള് ഒരു വയലറ്റ് കളർ പൗച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വെറുതെ ഞാൻ അനുവിനോട് നൂറനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഏകദേശം ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ എടുക്കോ ഇല്ലയോ, അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാൾ എടുക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ഒരു പ്രാക്ടീസ് പോലെ വെറുതെ കളിക്കങ്ങനെ നടന്ന്. പക്ഷെ ആകെ ചമ്മിപ്പോയി. ലാലേട്ടൻ വന്ന് ഇത് നോക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞ് എത്ര രൂപ കിട്ടിയ മണി ബോക്സ് എടുത്തായിരുന്നു? ഒരു 10 ഒക്കെ ആണെങ്കിൽ എടുത്തേനായിരുന്നു. 10 lakhs ആണോ ആവശ്യമുള്ളത്? അല്ല, എന്നാലും നമ്മളൊരു ഉപമ, ഒരു മനസ്സിലൊരു കണക്ക്, ഒരു അത് 10 പൊളിഞ്ഞപ്പോ അത് പൊളിഞ്ഞപ്പോ പിന്നെ കിട്ടാതെ കൊണ്ട് പോകാൻ. പക്ഷെ ഓടാൻ നേരത്ത് ലൈക്ക് പോയാ പോട്ടെ എന്ന് വിചാരിച്ചോ? അല്ലല്ല, എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ആ ഒരു ഗെയിം എവിടെയോ എന്റെ മനസ്സിൽ കണ്ടതുപോലെ കുറച്ച് അഡ്രിനാലിൻ റഷ് തന്നെ ഒരു ഗെയിമായിട്ട് തോന്നി ഓടി വന്ന്. എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. മണി ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ആ ഗെയിമും കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. പിന്നെ എമൗണ്ടും കുഴപ്പമില്ല, നല്ല ഒരു എമൗണ്ട് ആയിരുന്നു. എത്ര രൂപ കിട്ടിയായിരുന്നു? 45K പിന്നെ എന്നാലും whatever you got is good അല്ലേ? എനിക്ക് തോന്നുന്നു അത് അധികം എല്ലാവർക്കും അങ്ങനെ നൂറയ്ക്ക് കിട്ടി. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഡെവിന് കിട്ടി. കൂടുതൽ കിട്ടി. 3.5 lakhs അല്ലേ? അത് പകുതി എത്ര 50,000 ഡെവിനും കൊടുത്തു. കൊടുത്താ മതിയായിരുന്നു. അവളെ പറഞ്ഞ ഞാനല്ല, അവളുടെ പൈസ കൊടുത്താ മതിയായിരുന്നു എന്നൊക്കെ. കൊടുക്കൂലേ? അവള് കൊടുക്കുമായിരിക്കും. ഓക്കെ. അപ്പൊ പട്ടാ ഗേൾസ് എന്താ പൊളിഞ്ഞോ ഇപ്പൊ? അത് പട്ടാ ഗേൾസ് സ്ട്രോങ് ആയിരുന്നു? അത് എവിടെയോ ഒരു വിള്ളല് വന്നോ? എവിടെയൊക്കെയോ ഒരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ശൈത്യ പോയായിരുന്നു ഫസ്റ്റ് തന്നെ. ശൈത്യ അനുവായിട്ട് ഓൾറെഡി ശൈത്യ ഉണ്ടായിരുന്നില്ലല്ലോ. ശൈത്യ ഉണ്ടായിരുന്നു. അപ്പോ ശൈത്യ അനുവായിട്ടൊരു ക്ലാഷ് ഉണ്ടായിരുന്നു, പല കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ അത് ഓൾറെഡി ഞാനും കുറെ പുറകെ കിടന്ന് സോർട്ട് ഔട്ട് എന്തായാലും പ്രശ്നം ഉണ്ടാവും, അത് നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നായിരുന്നു എന്റെ ഒരു ഇത്. ചട്ടിയും
ഇരിക്കും. അപ്പൊ ഇത് അവരൊരിത് കാണിച്ചില്ല. ആ സമയത്ത് അവളും പോയി. അപ്പൊ അതൊരു ഇതായിരുന്നു. ഞാനും അനുവിനോട് ഇടയ്ക്കൊക്കെ പറയായിരുന്നു ഇറങ്ങിയിട്ട് സംസാരിച്ച് റെഡി ആക്കണം. കാരണം എനിക്കിഷ്ടല്ല ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് തീരെ പറ്റില്ല. അതും കുറച്ച് പേരുള്ള വീട്ടില് ആ അപ്പോ അതങ്ങനെ പറഞ്ഞങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അനുവിന്റെ സൈഡിൽ നിന്നും കുറച്ച് അവിടെ ഇവിടെയും ഡ്രാമ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പുറകെ നടത്തിക്കണ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ. അതായത് തെറ്റുക, നമ്മള് പുറകെ പോവുക, അങ്ങനത്തെ ഒരു ഇത്. അല്ലാതെ ഇങ്ങോട്ട് വരുന്ന ഒരു സംഗതിയില്ല. പക്ഷെ എനിക്ക് അവളെ ആസ് എ ഫ്രണ്ട് ഇഷ്ടമായത് കൊണ്ട് ഞാൻ പുറകെ പോയിട്ടൊക്കെ ഉണ്ട്, നിരക്കാക്കും. ഇപ്പൊ ഞാനായിട്ട് അങ്ങനെ ബലം പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല ആരെങ്കിലും ഒരാള് ചെല്ലണ്ടേ. അപ്പൊ അങ്ങനെ ഇതാക്കുവാർന്ന്. ഇടക്ക് മിണ്ടും, ഇടക്ക് പിണങ്ങും, അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തോന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അറിയില്ല ഇറങ്ങിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ പുറത്തിറങ്ങുമ്പോ ആലോചിക്കാം. പുറത്തിറങ്ങുമ്പോ ഐ ഡോണ്ട് തിങ്ക് ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാവില്ല. ഐ സ്വെയർ യു വിൽ ബി ഹാപ്പി. ഇറ്റ് വിൽ ബി. കാരണം ഐ ഡോണ്ട് തിങ്ക് നമ്മള് എന്താ പറയാ, നമ്മളെല്ലാരും ഒരു ഗെയിം ഷോയ്ക്ക് ആണ് അകത്ത് പോയത്. എല്ലാരും ഗെയിം ഷോ ആണ് കണ്ടത്. അപ്പൊ നമ്മള് ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുമ്പോൾ കാണുന്നവർക്കും ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാൻ അറിയാം. അതിനെ വേറെ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ ആസ് എ പാർട്ട്ണർ ഭയങ്കര പൊസസീവ് ആണോ? പോസസീവ് ആണ്. ഒറ്റ ചോദ്യത്തില് അല്ലാന്ന് പറഞ്ഞെങ്കിൽ എനിക്കൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പൊസസീവ് ആണ്, ഭയങ്കര പൊസസീവ്. പോസസീവ് ആണ്. ആദിലെയാണോ പൊസസീവ്, ഇല്ല, നൂറയാണോ? അവളല്ല, ഞാനാ പോസസീവ്. എന്തായിരുന്നു അന്ന് ആര്യന്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു അത്? ആര്യന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ അത് ഇവള് ആ ഒരു ഇതിനെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അനു ഓൾറെഡി ഇവളുടെ നമ്മള് ഇങ്ങനെ കൈ പൊങ്ങി നിൽക്കുമ്പോ വയറ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ അവളോട് അല്ല, ഞാൻ അത് നോട്ട് ചെയ്തില്ല. അത് ഇതാക്കണ്ട, അവള് കളിച്ചോട്ടെ, അത് എന്താ വയറല്ലേ എന്നുള്ളതിൽ പറഞ്ഞു വിട്ട്. പിന്നീട് അതിന് ശേഷം നൂറൊരു കാര്യം ഉണ്ടായിന്ന് പറഞ്ഞു. അപ്പൊ അവള് എന്തോ, ഞാൻ വിചാരിച്ചു അവള് പിറുപിറുക്കുന്നതുകൊണ്ട് എന്തോ വലിയ എന്തോ സംഗതിയാന്ന് വിചാരിച്ചു. അപ്പൊ അവള് അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു അവക്കത് ഇവിടെ ഡിസ്കസ് ചെയ്യണ്ട, പുറത്തോട്ട് പോകണ്ടെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പൊ അത് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്തോ അവനെന്തോ ഭയങ്കര വൃത്തിയോട് ചെയ്തു അങ്ങനെയുള്ള ഒരു ഇതിലെടുത്തു. എനിക്ക് അവൻ ചെറുത് ഒരു നൂറിന്റെ അനിയന്റെ ഒരു ഇതാണ്. എനിക്ക് ഒരു നല്ലൊരു അത്ര അങ്ങനല്ല. പക്ഷെ എനിക്ക് അവന്റെ കളിയും ഇതൊക്കെ കണ്ടിട്ട് ഒരു ചെറുതിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ അവന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഇതായപ്പോ ഞാൻ പെട്ടെന്ന് ഇതായിപ്പോയി. അവള് അതിനെന്താ മര്യാദക്ക്, ഞാൻ വിചാരിച്ച സംഗതി ബാഡ് ആയതുകൊണ്ട് അവൾ അത് മര്യാദക്ക് റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. ലൈക് ഷി ഡോണ്ട് ഡിസേർവ് ദാറ്റ്. അങ്ങനത്തെ ഒരു സംഗതി എനിക്കുണ്ടായിരുന്നു. അത് അവള് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ല. പക്ഷെ അവള് ഹാൻഡിൽ ചെയ്യുന്നത് വേറെയാണ്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് വേറെയാണ്. ഞാൻ ഇത് അവളത് അപ്പ എടുത്തുചാട്ടം കൂടുതലാണ്. അപ്പൊ അവളത് മര്യാദക്ക് ഹാൻഡിൽ ചെയ്തില്ല. അവളത് ഡിസേർവ് ചെയ്യുന്നില്ല. അത് അപ്പൊ കൊടുത്തില്ല, അല്ലെങ്കിൽ ഗെയിം കഴിഞ്ഞപ്പോ തന്നെ കൊടുത്തില്ല, അല്ലെങ്കിൽ എന്നോട് ലൈക്ക് പറയുമ്പോ തന്നെ അവള് മറന്നുപോയിരുന്നാ പറഞ്ഞത്. അത് കെയർലെസ് ആയിട്ട് എടുത്തു വിട്ടെന്താണ് അങ്ങനത്തെ ഉള്ള ഒരു സംഗതി അടിച്ചു. മോർ ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് റിയാക്ട് ചെയ്യാത്തതിന്റെ വിഷമായിരുന്നു. പൊസസീവ്നെസ് അവക്ക് പൊസസീവ്നെസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ പൊസസീവ്നെസ് അല്ലായിരുന്നു. അതില് റിയാക്ട് ചെയ്യാത്തത് ലൈക്ക് ഷി ഡോണ്ട് ഡിസേർവ് ദാറ്റ് അങ്ങനത്തെ ഉള്ള ഒരു സംഗതി എനിക്കുണ്ടായിരുന്നു. ചിരിക്കണം. ചിരിച്ചൂടെ? കാരണം ഞാൻ അതല്ല ആലോചിച്ചത്. അത് കഴിഞ്ഞിട്ടേ പിറ്റേ ദിവസം ഞാൻ അത് ആലോചിച്ചിട്ട് ചോദിച്ചത്. പിറ്റേ ദിവസം കാർ ടാസ്ക് വന്നല്ലോ. അപ്പൊ കാർ ടാസ്ക് വന്നപ്പോഴത്തേക്കും അവര് രണ്ടുപേരുന്നു അടുത്തടുത്തിരിക്കണ്ടായിരുന്നു. അപ്പം അതിന്റെ കറക്റ്റ് ഇടയില് അതിലായിരുന്നു ബാക്കിൽ. ഇവരിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട് ആരെ പുറത്താക്കും. നോക്കുമ്പോ ഇവർ രണ്ടുപേരും ഇതുണ്ട്, അപ്പൊ ഇന്ത്യ മതി. എനിക്ക് അങ്ങനെ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇവൻ അത് വേണ്ട, ഇല്ലില്ല, എന്റെ അല്ല, അത് അനുവിന്റെ ആണ്, എനിക്ക് പറയണ്ട. സോ അപ്പൊ എനിക്ക് അതില് അവള് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഞാനതൊരു എന്താ പറയാ ഇമോഷണലായി ഞാനതൊരു ഇഷ്യൂ ആക്കി എടുത്തപ്പോ അവളത് മര്യാദക്ക് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മര്യാദക്ക് അത് ലിസൺ ചെയ്ത് പ്രോപ്പറായിട്ട് എടുക്കാത്തതിന്റെ പ്രശ്നമായിരുന്നു. അവൻ അപ്പോ പെട്ടെന്ന് ആ ഒരു ഇമോഷന്റെ പുറത്ത് എടുത്ത് ചാടി അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ചെയ്ത് തന്നപ്പോ അവനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവൻ ജസ്റ്റ് ഇങ്ങനെ കളിക്ക്. നമ്മളിപ്പോ മായമോഹിനി ആയപ്പോഴൊക്കെ ഞാൻ അവന്റെ വയറ്റത്ത് നുള്ളേ, നമ്മൾ അങ്ങനെ ഒരു വൈബ് ഉണ്ട്. ഇവിടെ പ്രശ്നം. അപ്പൊ അത് അങ്ങനെ ആയിരുന്നല്ലോ, അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അവനോട് വന്ന് സംസാരിച്ച് ഞങ്ങൾ ഹഗ് ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്ത് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് സോറി പറയാനുള്ളത് ആര്യനോടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് അവനൊരു ബാഡ് ആയിട്ട് പോകണ്ട, മോർ ഓവർ എനിക്ക് അവനത് ഫീൽ ആവണ്ടെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം അവന് ഞങ്ങൾ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ആ വീട്ടില് നമ്മൾ ടോട്ടൽ 25 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾ 24, 25 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറേ പലതരം മൊമെന്റ്സ് കൂടെ നിങ്ങൾ പാസ് ചെയ്ത് വന്നു. കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, കുറേ സന്തോഷം ഉണ്ടായി. ഇപ്പം നാളെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായി അല്ലേ? ഏറ്റവും ഒരു ഹേർട്ട് ചെയ്ത മൊമെന്റ് എന്താ, അല്ലെങ്കിൽ ഏറ്റവും കയ്യിൽ നിന്ന് പോയ ഒരു മൊമെന്റ് ഏതാ?
ഹേർട്ട് ചെയ്ത മൊമെന്റ് റീസെന്റ് ആയിട്ട് അനുവായിട്ടുണ്ടായിരുന്നു. ഉം. അവള് ഒരു സംഭവം പറഞ്ഞത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ഉം. അതായത് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞാനും നൂറയും അവളുടെ കൂടെ പുറകെ കൂട്ടുകൂടിയത്. നടക്കുന്നത്. ആ. അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. അത് ചിലരവിടെ പറഞ്ഞ് ഞാനും നൂറയും കേട്ടതായിരുന്നു. ഉം. പക്ഷെ അത് നമ്മൾ ഉള്ളോട്ട് എടുത്തില്ല. കാരണം നമുക്കറിയാം നമ്മൾ എന്താന്നുള്ളതില്. പക്ഷെ നമ്മൾ അത്ര ക്ലോസ് ആയിട്ട് വെക്കുന്ന ആൾക്കാരിൽ നിന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഉം. അല്ലെങ്കിൽ അവരങ്ങനെ എടുത്തു എന്ന് അറിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതിന് ശേഷം മൊത്തത്തിൽ ഞാനൊരു ഡിസ്റ്റൻസ് യു കീപ് ഉള്ളിന്ന് ബ്രേക്ക് ദ കീപ്പ് ഷെൽ ഉള്ള കാര്യം. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. ഇങ്ങനെ സംവിധാനം അത് അതായത് അന്നൊരു പയറിന്റെ പ്രശ്നമായിരുന്നു. വീട്ടില് എനിക്ക് ഫുഡ്. മനസ്സിലായി. ആ, അപ്പൊ വഴക്ക് അതില് തുടങ്ങിയത് അങ്ങനെയായിരുന്നു. അപ്പൊ അത് വന്ന് പിന്നെ നൂറായിട്ട് അവളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. മറ്റേ ഫിനാലെ ഇത് കിട്ടി ടിക്കറ്റ് ഫിനാലെ കിട്ടിയേണ്ടത് അഹങ്കാരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഞാനും അവള് ഷൗട്ട് ചെയ്ത് ലൈക്ക് തെറ്റ് കണ്ടാ തെറ്റാന്ന് പറയും. എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് പറയും. ഉം. അതിപ്പോ നൂറാണെങ്കിലും ഞാൻ പറയും, അനുവാണെങ്കിലും ഞാൻ പറയും. ഉം. ലൈക്ക് പാർട്ണർ ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും എനിക്ക് പറ്റാത്ത പറ്റില്ല. ഉം. അപ്പൊ അത് എന്റെ ഒപ്പീനിയൻ ആണ്. ഉം. അപ്പൊ അത് തിരിച്ച് അതിനായിട്ട് ഒരു ഇത് പറയാതെ ഉം. ലൈക്ക് അവളുടെ പുറകെ ഫ്രണ്ട്സ് ആയിട്ട് നടന്നത് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഉം. എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay. അതെന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അത് ഫെയിം ആയിരിക്കും എന്ന് വിചാരിച്ചു. കാരണം അവിടെ കുറെ പേര് അത് പറയുന്നുണ്ട്. കുറെ പേരല്ല, 1-2 പേര് അത് പറയുന്നുണ്ടായിരുന്നു. Okay. അനുവിന്റെ ഫെയിം കൊണ്ടാണ് ഞാനും നൂറയും അനുവിനോട് ഫ്രണ്ട് ആയത്. അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു തീർത്തു? അതോ യു റിയലി ഫീൽ, യു സ്റ്റിൽ ഫീൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്? അത് അനുവിന് തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അനു ഇപ്പോഴും പറയുന്നില്ല എന്തുകൊണ്ടാണ്. ലൈക്ക് അത് ഫെയിം ആണോ എന്താണെന്ന് അവൾ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലായിരുന്നു. ആഹാ. അവളത് ഒരു കള്ളക്കൂട്ട് അല്ലെങ്കിൽ ഒരു കള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ് പറഞ്ഞത്. ബട്ട് അത് എന്റെ ഉള്ളിൽ നിന്ന് വന്നൊരു സംഗതിയായിരുന്നു. ഉം. അതുകൊണ്ടാണ് എനിക്കത് ബുദ്ധിമുട്ടും ആയത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ ഉം. എനിക്ക് തോന്നുന്നു ആദിലയും നൂറയും അകത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കുറെ ഇൻഹിബിഷൻസും മുൻവിധികളും കുറച്ച് കോംപ്ലക്സുകളും ഒക്കെ വെച്ചിട്ടാണല്ലോ നിങ്ങൾ അകത്ത് പോയത്, അല്ലേ? ഞാൻ അതിനെ നല്ല രീതിയിലാണ് പറയുന്നത്. എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടൂ, ആക്സെപ്റ്റ് ചെയ്യൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ. അപ്പം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്, അതോ ശരിക്കും അനു അങ്ങനെ മീൻ ചെയ്തിട്ടുണ്ടാവോ? അനു മീൻ ചെയ്തത് ഉള്ളിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആള് പറഞ്ഞത് ഇതാണ്. ഉം. പക്ഷെ അത് പറഞ്ഞത് മൊത്തത്തിൽ എനിക്കത് ആളിന്ന് തന്നെ അത് വായിന്ന് വന്നപ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉള്ളെന്താന്ന് ഇപ്പോഴും അറിയില്ല. കാരണം ഒരു സമയത്ത് പറഞ്ഞതല്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത്. ഉം. പിന്നെ ഇറങ്ങിയിട്ട് വേണം കുത്തി കുത്തി ചോദിക്കാൻ. ഓഹോ, അപ്പൊ അവിടെ ഉള്ളത് അവിടെ തീർത്തിട്ടില്ല, ഇനി വന്നിട്ട് വേണം അല്ല, കുത്തി കുത്തി എന്തെങ്കിലും കുത്തി. ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കുത്തിയല്ല. ഉം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നല്ല രീതിക്ക് പോവാനാണെങ്കിൽ ഉം. അങ്ങനെ സംസാരിക്കാം. ആ വീട്ടിലെ ഡ്രാമ ക്വീൻ ആരാ? അനുമോൾ, ഡ്രാമ കിങ് ആരാ? ഷാനവാസ്. ഷാനവാസോ? നിങ്ങൾ ഭയങ്കര കമ്പനിയല്ലേ? കമ്പനിയാണ്. വാട്ട് കൈൻഡ് ഓഫ് ഡ്രാമ യു മീൻ ദെൻ? പുള്ളി ഒരു സമയത്ത് ഒരേപോലെ ആയിരിക്കും ഇതാവുക. ആ. ലൈക്ക് ഭയങ്കര എന്താ പറയാ, ആള് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്, ആള് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗെയിമൊന്നും അറിയില്ല, ഞാൻ ഗെയിമർ അല്ല. കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ അറിയില്ല എന്നൊക്കെ ഉള്ളൊരു സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളീന്റെ ഉള്ളിലോട്ട് ഒരു ക്യാരക്ടർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോവും, ജനങ്ങൾക്ക് ഇത്ര നാൾ കണ്ടത് എന്റെ ഈ ഒരു ഫേസ് ആണ്, ഈ ഒരു ഫേസ് കൂടെ വരാനുണ്ട് അങ്ങനത്തെ ഉള്ളൊരു സംഗതി സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോ പുള്ളി ആക്ച്വലി ഹീസ് വിത്ത് അസ് ബട്ട് നോട്ട് വിത്ത് അസ്. ബട്ട് നിങ്ങളെ ഒരു കൂടുതൽ ബോണ്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനും നൂറെ മാത്രമായിട്ട് നിന്നപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് കണ്ടപ്പോ അത് ഭയങ്കരമായിട്ട് ഉള്ളോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര ഇത് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് എന്ന് പറയാൻ ടുവേർഡ്സ് എൻഡ് ആ ഒരു ഇതാവുമ്പോ ഒരു എന്തോ ഒരു ഇത് എവിടെയോ ഒരു ഇത്, ആ എവിടെയോ ഒരു ഡ്രാമ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ. എനിക്ക് നല്ലൊരു ബ്രദർലി സാധനം പുള്ളിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ? അത് ആ അതിപ്പോഴും ഉണ്ട്. ഡ്രാമയിൽ അത് പോയോ? പുള്ളിയുടെ ഡ്രാമയല്ല, എന്റെ ഡ്രാമയല്ലല്ലോ. ഐ വാസ് ആസ്കിങ്. ഞാൻ ഡ്രാമ കിങ് പറഞ്ഞിട്ട്, സോ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡ്രാമ. പുള്ളിയുടെ ഡ്രാമ എന്റെ ഉള്ളില് എനിക്കിപ്പോ മോശമായിട്ടൊന്നുമില്ല. വൺസ് യു ആർ ഔട്ട് ഇറ്റ് ഈസ് തീർന്നു, അവിടുത്തെ കാര്യങ്ങൾ അവിടെ തീർന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതില ട്രീറ്റ്സ് നൂറ ലൈക്ക് എ കിഡ്, അല്ലേ? ആണോ? അത് പറയലുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടികളെ പോലെ ഇതാക്കാണ് അങ്ങനത്തെ ഒരു സംഗതി. നൂറ ഇടയ്ക്ക് പറയാറുമില്ലേ? എനിക്കറിയാ, പറയണ്ട അങ്ങനെ അവള് പറയാറുണ്ട്. പക്ഷെ എന്തോ ഞാൻ പറഞ്ഞ് എനിക്കങ്ങനെ ആണ്. വെരി ക്യൂട്ട്. ഞാൻ ഐ എം ഗിവിങ് യു എ കോംപ്ലിമെന്റ്. ഇല്ല അതെനിക്ക് മനസ്സിലായി. പക്ഷെ അല്ല, അതിപ്പോ ഇനി ബാഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ അതെന്തോ എനിക്കത് അവളെ എനിക്ക് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളൊരു സംഗതി ഉണ്ട്. എന്തോ അവൾക്ക് മേ ബി അവളെ ടേക്ക് കെയർ ചെയ്യാൻ അറിയായിരിക്കും. പക്ഷെ എനിക്കൊരു സംതൃപ്തി ഞാൻ ടേക്ക് കെയർ ചെയ്യുമ്പോഴാണ്. ആക്ച്വലി ആരെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടേക്ക് കെയർ ചെയ്യും. ലൈക്ക് അവൾക്ക് എന്താ പറയാ, അവള് എന്നെ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആണ്. അവള് ഉള്ളില് മേ ബി എന്നെക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടാവും. ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വരും.
പക്ഷെ കാണിക്കും. കാണിക്കും. ഉം. അവൾക്കത് ഉള്ളിലുണ്ട്. അവൾക്ക് അത് വേണ്ട സമയത്ത് കാണിക്കാൻ അറിയാം. ഉം. ഞാൻ എപ്പോഴും ഇങ്ങനെ വരും. അതാ ഞാൻ അനാവശ്യമാണെങ്കിൽ നേരത്തെ ചോദിച്ചത്, കുറച്ചുകൂടെ അഗ്രസീവ് അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നവരാണ്. അതെ. ഓക്കെ. എനിക്ക് ആദ്യം നമ്മൾ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യമുണ്ട്. ബിഗ് ബോസിൽ വരുന്നത് വേറെ ഒന്നും ആലോചിച്ചിട്ടല്ല. ഇറ്റ്സ് നോട്ട് മണി, ഇറ്റ്സ് നോട്ട് ഫെയിം. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആൾക്കാരോട് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ടാണ്, ഉം. അല്ലേ? ഉം. പറഞ്ഞോ അതൊക്കെ. ആൾക്കാരോട് നമുക്കൊരു ഒരിടത്തൊരിടത്ത് ഒരു സ്റ്റോറി പറയുന്നതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് പറയാനുള്ളത് കൺവേ ചെയ്തിട്ടുണ്ട്. ഉം. നമ്മൾ അവിടെ നിന്നപ്പോഴും ആൾക്കാർ നമുക്ക് യൂട്യൂബിൽ ഒരു 15 മിനിറ്റ് കാണുന്ന പോലെ അല്ലല്ലോ, 24 മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉം. അപ്പോ അത് കണ്ടതിൽ വെച്ചിട്ട് ലൈക്ക് ആൾക്കാർ വന്നതിൽ വെച്ചിട്ട് മനസ്സിലായത് വി ഹാവ് മേഡ് ആൻ ഇമ്പാക്ട് ഉം. ഇൻ സം വേ ഓർ ദി അതർ. അപ്പൊ സംഗതി കൺവേ ആയിട്ടുണ്ടെന്ന് ഒരു വിശ്വാസം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട്. ആക്ച്വലി എന്താ ഒരു കൺവേ ചെയ്യാൻ ട്രൈ സാറ്റിസ്ഫാക്ഷൻ ചെയ്തത്? ഉണ്ട്. നമുക്കതൊന്നും കൂടെ പറയാം. ആൾക്കാർ എന്നെ നൂറേനെ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഇവരെ എങ്ങനെയാ ഒരുമിച്ച് ജീവിക്കുന്നത്, ആ ഒരു ബെഡ്റൂം സീൻ, അതിലായിരുന്നു കുറച്ചുകൂടെ ഇത്. അല്ലാതെ അതിന്റെ പുറത്തുള്ള ആ സ്നേഹം, കരുതൽ, ഇങ്ങനത്തെ സംഗതികൾ Compatibility. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സംഗതികളൊന്നും അതിൽ അത്ര ആൾക്കാർക്ക് തലയിൽ ഓടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെ ആ ഒരു ബോണ്ട്, നമ്മളുടെ വഴക്കുകളും ഉണ്ട്. എല്ലാതും എല്ലാരും പോലെ, എല്ലാ കപ്പിൾസിനെ പോലെ നമുക്ക് ഉണ്ട് എന്നുള്ളൊരു സംഗതി കൺവേ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തോന്നി. ലൈക്ക് വി ആർ നോർമൽ ലൈക്ക് എവ്രി വൺ. ഉം. അങ്ങനത്തെ ഒരു സംഗതി അല്ല, നമുക്ക് കൊമ്പൊന്നുമില്ല, ഉം. നമുക്ക് ഇങ്ങനത്തെ പ്രത്യേകം എന്താ പറയാ ഒരു സംഗതി ആവണ്ട. ഇതാണോ ഇറ്റ്സ് മോർ ഓഫ് ലവ് നോട്ട് ലസ്റ്റ്? അത് തന്നെ. പിന്നെ ഇപ്പോ ലെസ്ബിയൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കണം, അങ്ങനത്തെ ഒരു സംഗതിയൊക്കെ ഉണ്ട്. ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്, കമന്റ്സിൽ ഇത് കണ്ടിട്ടുണ്ട്. ചിലര് മുടി വെട്ടി ഒരു സോക്കോൾഡ് മാൻലി ആയിരിക്കണം, ഒരാൾ സോക്കോൾഡ് ഗേളി, ഒരു ടോംബോയിഷ്, അങ്ങനത്തെ ഉണ്ട്. എനിക്ക് പക്ഷേ നമ്മൾ കുറെ പല സിനിമകളിലും സീരീസിലും കണ്ട പോലെ കുറെ ടാറ്റൂ ചെയ്ത്, ആ പല പിയേഴ്സ് ചെയ്ത്. ഓക്കെ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷേ അതല്ലാതെ ഉണ്ട്. അത് ഉള്ളിലുള്ളതാണ്. അപ്പൊ പുറമേ കൊണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതും ഞങ്ങളുടെ ഇത് കൊണ്ടിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടാവുന്നു തോന്നുന്നു. തോന്നുന്നു ഒരു കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഉണ്ട്. അല്ല, എനിക്കറിയില്ലല്ലോ. 95 days if you are inside, that itself is an answer. പിന്നെ നിങ്ങൾ രണ്ടുപേരും IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, അല്ലേ? നിങ്ങളെ സംബന്ധിച്ചോളം TV, മീഡിയ, അതിലൊന്നും ഒരു എക്സ്പോഷർ ഉണ്ടായിരുന്ന ആൾക്കാരല്ല. അപ്പൊ വൺസ് ഇപ്പം ബിഗ് ബോസിൽ വരാനെടുത്ത ഡിസിഷനെ പറ്റി പറഞ്ഞു. ബട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തത് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട്? ബിഗ് ബോസിൽ വൺസ് സെലക്ടഡ് ആണെന്ന് നമ്മൾ അറിഞ്ഞപ്പോ നമ്മൾ ആദ്യം നോക്കിയത് ഡ്രസ്സിന്റെ കാര്യമാണ്. ഡ്രസ്സും ഓഹോ. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഓക്കെ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അങ്ങനെ നോക്കി. പിന്നെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ നോക്കിയായിരുന്നു. സ്കിൻ ട്രീറ്റ്മെന്റ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ നോക്കി. പിന്നെ എന്തായിരിക്കും ലൈക്ക് എങ്ങനെയായിരിക്കും എന്ന് അറിയാനൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ജസ്റ്റ് ഇതാക്കി നിങ്ങളായിട്ട് പോയിട്ട് വാ, അങ്ങനെയുള്ളതിൽ അവർ പറഞ്ഞ് വിട്ടു. അങ്ങനെയൊക്കെ തന്നെ. അത് പ്രത്യേകിച്ച് നമ്മൾ ഇതില്ല. ഓട്ടോ ആയിരുന്നു എല്ലാതൊന്നും സെറ്റ് ചെയ്യാൻ. ഒന്നും ചെയ്തില്ല. മുമ്പത്തെ സീസൺ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ. കഴിഞ്ഞ സീസൺ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മുന്നത്തെ കുറച്ചായിരുന്നു. ആ കുറച്ച് കണ്ടിട്ടാണ് നമ്മൾ ഫുള്ള് കാണണം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ അടുത്തത്, അതായത് കഴിഞ്ഞ സീസൺ കണ്ടത് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഇൻട്രോ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് സംഗതികൾ ലാലേട്ടന്റെ കൂടെ ഉള്ളത്, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ലാതെ കണ്ടില്ല. അപ്പൊ പക്ഷെ നിങ്ങൾ ഓൾമോസ്റ്റ് ഷുവർ ആയിരുന്നു നിങ്ങൾ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കും അകത്ത് പോവാന്നുള്ളത്, അല്ലെ? അങ്ങനെ ഷുവർ ആയിട്ടല്ലേ വന്നു? ഒറ്റ കണ്ടസ്റ്റന്റ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ പോകുമ്പോ നേരത്തെ നിങ്ങൾ രണ്ടുപേരും കൂടെ കുറെ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? കുറെ ഗെയിം പ്ലാൻ എന്ന് വെച്ചാല്, അതായത് എന്തെങ്കിലും വഴക്ക് അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇൻവോൾവ് ആവണം, ഒപ്പീനിയൻസ് പറയണം, അതിൽ ബാക്കോട്ട് നിൽക്കാത്ത, അങ്ങനെ അല്ലാതെ പ്രത്യേകിച്ച് നമ്മള് ഇപ്പൊ 2 കണ്ടസ്റ്റന്റ്സ് ആക്കിയില്ലേ? അപ്പൊ ആ ഗെയിം പ്ലാൻ ഒക്കെ ആ ഒരു ഇതിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്റെ ഒരു ഓർമ്മയില്. 2 കണ്ടസ്റ്റൻസ് ആക്കിയപ്പോ ഒന്നും കൂടെ ഫ്രീഡം കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. യു റിയലി എൻജോയ്ഡ് ഇറ്റ്? യെസ്. ഓക്കെ. കാരണം ഇപ്പൊ നമ്മള് സിംഗിൾ കണ്ടസ്റ്റന്റ് ആവുമ്പോ ഇപ്പൊ ചിലപ്പോ 100 റിയാക്ട് ചെയ്യുന്ന സാധനത്തിന് ഞാൻ റിയാക്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോ അത് തെറ്റാവാം, ശരിയാവാം. പക്ഷെ നോമിനേഷനിൽ വരുമ്പോ അവളുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. ഞാൻ ചിലപ്പോ ഒന്നും അറിയാത്ത ആളായിരിക്കും. ഞാനും എടുത്തിയായിട്ടുള്ള നീ ചെയ്തതിന് നീ അനുഭവിക്കും. പറഞ്ഞു. അപ്പൊ അവള് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും എനിക്ക് എടുത്തിയാട്ടം ഉണ്ട്. അപ്പൊ അവള് മുഖം ഇങ്ങനെ വളിഞ്ഞിങ്ങനെ അങ്ങനെ പോയി. ഇപ്പൊ ഞാനും അനുഭവിക്കണമല്ലോ, അങ്ങനത്തെ ഒരു സംഗതി. പക്ഷെ രണ്ടായപ്പോ നമ്മുടെ ഒപ്പീനിയൻസ് രണ്ടും 2 ഇൻഡിവിജ്വൽസ് ആണ്. രണ്ടുപേരും 2 തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് കാണിക്കാൻ പറ്റും. നിങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഗെയിംസിൽ ഞങ്ങൾക്ക് എപ്പോഴും 2 ടീമിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് റിയൽ ലൈഫിൽ അങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉള്ള ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടസ്റ്റൻസ് ആണ് ഞാൻ ചോദിച്ചത്. കണ്ടസ്റ്റൻസ് ഞാൻ ഗെയിംസിലാണ് കോമ്പീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അല്ലാതെ കണ്ടസ്റ്റൻസ് എനിക്ക് തോന്നിയിട്ടില്ല.
ഓക്കെ. പക്ഷെ ദസ് എ പ്രോബ്ലം അല്ലേ? നിങ്ങളെ രണ്ടുപേരുടെയും ആം, ഒരു ഫാൻ ബേസ് സെയിം ആയിരിക്കൂലേ? ഉം. അപ്പൊ വോട്ട് സ്പ്ലിറ്റ് ആവില്ലേ? അത് ആലോചിച്ചിട്ടുണ്ടോ? അത് ആദ്യം ആലോചിച്ചില്ലായിരുന്നു. പിന്നീട് അവിടെ ഓരോ ആൾക്കാര് പറഞ്ഞു നമ്മൾ ശരിക്കും ഉള്ളിലെത്തിയപ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ അങ്ങനെയാണ് 2 ഇതാവുമ്പോ വോട്ട് സ്പ്ലിറ്റ് ആവും. നമ്മള് എവിക്ഷനില് പോവാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പളാണ്. നിങ്ങൾ ഇപ്പം കുറെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ സത്യത്തിൽ ആരാദ്യം പോകുന്ന വിചാരിച്ച? ഞാൻ ആദ്യം പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. Why? നൂറൊക്കെ ഒന്നുകൂടെ ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അല്ല എന്നാലും കേട്ടോ, അതിനകത്തിരുന്ന് ഇത്രയും ഫാൻ ബേസ് മനസ്സിലാക്കാനുള്ള കഴിവ് അതെങ്ങനെയായിരുന്നു? അത് എനിക്ക് തോന്നി. അവള് കുറച്ച് ക്യൂട്ട്നെസ് വാരിയിടുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നി. ക്യൂട്ട്നെസ് വാരി വെതറിൻ്റെതാണോ ക്യൂട്ട് ആയതാണോ? ഇല്ല, അവൾ ഓൾറെഡി അങ്ങനെ തന്നെ. അപ്പം അപ്പൊ ഞാനത്ര അതിലെന്താ ക്യൂട്ട്? ഞാൻ ഇടാറില്ല. എനിക്കത് അങ്ങനെ വരലില്ല. അവൾക്ക് നാച്ചുറലി വന്നതാ. ഓക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ക്യൂട്ട്നെസ് വാരി വിതറുന്നതിൽ വീഴുന്നത് മേ ബി ഒരു മൈനോറിറ്റി ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. Come on. അതത്രേ ഉള്ളൂ. പക്ഷെ അവള് എന്നാ ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആരാ? ക്യൂട്ട്നെസ് വാരി വിതറുന്നത് അനുമോള് ഓവറാക്കി ചളാക്കലുണ്ട്. നൂറ് ക്യൂട്ടാണ്. അവളുടെ ക്യൂട്ട്നെസ് വേറെയാണ്. പക്ഷെ ഓവറാക്കി ചളാക്കുന്നത് അനുവാണ്. അപ്പൊ അവിടെ തന്നെ വോട്ട് ആദ്യം പോണ്ടേ? ക്യൂട്ടിന്റെ വോട്ട് അവിടെ പോവില്ലേ? എന്നാലും കുറച്ച് എന്താ പറയാ, ഞാനും കുറച്ച് ഉറങ്ങി കിട്ടും, എനിക്ക് ഉറപ്പാണ്. എന്റെ പാർട്ട്ണറല്ലേ. ഓക്കെ. അവിടെ ഒരു അനീഷ് ആയിട്ടുള്ളൊരു ഒരു റാപ്പ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലല്ല ഉണ്ട്. അനീഷേട്ടനായിട്ട് ഇപ്പോഴും കൂട്ടാണ്. ഇപ്പൊ ഇറങ്ങുമ്പോഴും പുള്ളി നല്ലതിൽ സംസാരിച്ച് നമ്മളങ്ങനെ പോകുന്നതാണ്. അപ്പൊ അനീഷേട്ടനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൂട്ടുണ്ടാവും വിചാരിച്ചില്ല. ഭയങ്കര വെറുപ്പീരായിരുന്നു സ്റ്റാർട്ടിങ്ങില്. പിന്നീട് പുള്ളി ലൈക്ക് ഇങ്ങോട്ട് പറയുന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം തല്ലാർന്ന്. പിന്നെ ഞാൻ പറഞ്ഞോണ്ട് തല്ലധികം വെച്ചുകൊണ്ട് നിക്കലില്ല. അപ്പൊ അങ്ങനെ അതും പിന്നെ ഓരോന്ന് മൊത്തത്തിൽ എങ്ങനെയോ ഒരു ബോണ്ട് വന്നു. എങ്ങനെ അറിയത്തില്ല, ഒരു ചേട്ടൻ വൈബ്. ഷാനവാസ് കേട്ട് ചേട്ടൻ വൈബ്. ഇവിടെ വേറെ എത്ര ചേട്ടന്മാരുണ്ട് ആക്ച്വലി? പെണ്ണണ്ടി വരും. എന്നാലും ആ ഒരു ബോണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, അത് പൊളിഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. വെരി ഗുഡ്. അപ്പൊ അവരുടെ ലവ് സ്റ്റോറിയെ പറ്റി എന്താ അഭിപ്രായം? അവിടെ ആരുടെ ലവ് സ്റ്റോറി? അവിടെ ആരുടെ ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു? ആസ് ഇഫ് ഞങ്ങൾ ആരും കാണാത്ത പോലെ. നിങ്ങളായിരിക്കും കാണാതിരിക്കുന്നത്. ഇവിടെ 1072 ക്യാമറ ഉണ്ട്. അവിടെ വേറെ ലവ് സ്റ്റോറി എനിക്ക് ലവ് സ്റ്റോറി എന്ന് പറയുന്നില്ല. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കമ്മിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. പ്രപ്പോസൽ സീനിനെ പറ്റി എന്താ? അനീഷേട്ടന്റെ അനുമോളുടെയും അത് അനീഷേട്ടൻ ഒരു സമയത്ത് ഒന്നായിരുന്നു. പിന്നീട് ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിട്ട് വന്നപ്പോ ആളെ പിടികിട്ടുന്നില്ല. ഇത്ര ഇതായിട്ട് നിന്നപ്പോ മുന്നത്തത് പുള്ളിയുടെ സ്ട്രാറ്റജി കോമഡി ആയിരുന്നു, അതൊരു ഒരു ഉള്ള കാര്യമാണ്. ഞാൻ ഒന്ന് ഷോക്കായി പോയിരുന്നു. കാരണം ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല പുള്ളി ഞാൻ കേട്ടു, ഒറ്റയടിക്ക് പറഞ്ഞു വെറുതെ ഇരിക്കും. ഞാൻ തീരെ വിചാരിക്കുന്നില്ല. ഡയറല്ല പിന്നെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ നമുക്ക് കുറെ പ്രാങ്ക് ഒക്കെ വയറിറച്ച് കിട്ടിയതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവളിത് പിന്നെ പറഞ്ഞപ്പോ വിശ്വസിച്ച്. പിന്നെ പുള്ളിയുടെ നോക്കിയപ്പോ പുള്ളി അത് മൂഡ് ഓഫ് ഒക്കെ ആയി. മനസ്സിലായത് സീരിയസ് ആണ് സംഗതിന്ന്. പക്ഷെ അത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് സ്റ്റിൽ അറിയില്ല. ജെനുവിൻ ആണെങ്കിലും വർക്ക്ഔട്ട് ആവുന്നതാണോ അതോ വർക്ക്ഔട്ട് ആവില്ലായിരുന്നു. ആവില്ലായിരുന്നു? ഇല്ല ആവില്ലായിരുന്നു. മോൾ ഒന്നും കൂടെ കുറച്ചുകൂടെ ക്യൂട്ട്നെസ് ഇട്ടിരുന്നെങ്കിൽ മേ ബി ആയനായിരുന്നു. പക്ഷെ അവൾക്ക് ചിലപ്പോ അത്ര മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പൊ അത് ആവില്ലായിരുന്നു. ഒരു ക്യൂട്ട്നെസിന്റെ കനക്കുറവ് കൊണ്ട് പോയതാണത് ആയിരിക്കും. ഓക്കെ. നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞു നമ്മുടെ ഒരു ഓർഡർ പറഞ്ഞല്ലോ, അതിലയുടെ വിന്നർ ആരായിരിക്കും? അതിലയുടെ എന്റെ ഇതില് അതിൽ ഫോർത്ത് ആണ് നൂറ. വൈ? എന്തോ എനിക്കറിയില്ല. ഫസ്റ്റ് ഫോർത്ത് പറഞ്ഞു. കാരണം മറ്റുള്ളവര് കുറച്ചും കൂടെ ഫാൻ ബേസ് കൂടുതലായിരിക്കാം. കാരണം ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാര്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത നിങ്ങൾക്ക് 95 ഡേയ്സ് അവിടെ നിക്കാം എന്നുണ്ടെങ്കിൽ അനീഷ് ഏത് ഇൻഡസ്ട്രിന്നാണ്? അനീഷ് അനീഷേട്ടൻ എപ്പോഴാ പറഞ്ഞേ? മൂന്നാമതാണല്ലേ പറഞ്ഞേ. പക്ഷെ പുള്ളിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫാമിലി വീക്ക് ആയപ്പോ തന്നെ എനിക്ക് നല്ലൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളി ആ ഒരു ഒറ്റയാൻ സാധനം എടുത്തപ്പോ അത് ആൾക്കാർക്ക് ഒന്നും കൂടെ സ്ട്രൈക്കിംഗ് ആയി. കാരണം ഇത്ര ആൾക്കാരിന്ന് വേറൊരു തന്നെ ഇത്രയും പേരെ എതിർപ്പ് അഗെയിൻസ്റ്റ് നിർത്തിപ്പിച്ച് അങ്ങനത്തെ ഒരു സംഗതി ഇറക്കിയപ്പോ ആൾക്കാർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നി. അതുകൊണ്ട് അനീഷേട്ടനെ മൂന്നാമത്തെ 4 ഒന്ന് അനു. അനു എനിക്ക് തോന്നുന്നു PR ആയിരിക്കാം. നോട്ട് അവർ തിങ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ലാത്ത അല്ല, എന്റെ ഒപ്പീനിയൻ അത്ര മേ ബി എന്താ പറയാ ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ നമ്മൾ ടോക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അനുവായിരിക്കുമെന്ന്. സ്റ്റിൽ അത് ജനങ്ങളുടെ കയ്യിലും PR-രുടെ കയ്യിലും ഇരിക്കുന്ന സാധനമാണ്. 50,000 രൂപ കൊടുത്ത വോട്ട് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ വെറുതെ കേൾക്കില്ല. അവിടെ പിന്നെ ഒന്നുമില്ല, ക്യാമറയൊന്നും ഇല്ല, നിങ്ങളിങ്ങനെ ഒളിച്ചു പറഞ്ഞൊന്നും നമ്മള് കേൾക്കും. അപ്പൊ അത്രേ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അറിയില്ലായിരുന്നു, ഞാൻ പോയില്ലായിരുന്നു. ഇറക്കുന്നു 50,000 രൂപ.
ഇനിയിപ്പോ വേണ്ട. ഇപ്പൊ ഉള്ളത് പോലെ. ഓർത്ത് വെച്ച് ഓക്കെയാണ്. ഓൾറൈറ്റ്. അപ്പം അതില് അതില് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ മുന്നിൽ ആദ്യമായിട്ട് വന്നിരുന്നപ്പോൾ യു വെരി ഷൈ, എന്താ പറയണ്ടേന്ന് അറിയില്ല, ആകെ പാനിക് ആയിരുന്നു. ബട്ട് അവിടുന്ന് യു ഗൈസ് രണ്ടുപേരും പറയണം, യു കെയിം ഓൾ ദ വേ ടു 95 അൺടിൽ 95 ഡേയ്സ് വിച്ച് ഇസ് 20 ദിവസം വിചാരിച്ചു, 2 ആഴ്ച അല്ലേ, 2 ആഴ്ച, പിന്നെ അത് ഒന്നും കൂടെ 20 ദിവസം, അത് കഴിഞ്ഞ് മണി ബോക്സ് കിട്ടിയതും കൊണ്ട് ഇറങ്ങി ഓടാമെന്ന് വിചാരിച്ചു. അവിടുന്ന് 95 ഡേയ്സ് ആൻഡ് 7th person to get evicted. ഇനി 7 പേര് അവിടെ, 6 പേരും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ 7ാമത്തെ പൊസിഷൻ, ആണ്. 7th പൊസിഷൻ കിട്ടിയ ആളാണോ? ലെറ്റ് മീ നെയിം ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. അതെ. ഹാപ്പി അല്ലേ? പിന്നെ കംപ്ലീറ്റ്ലി ഹാപ്പി അല്ലേ? യെസ്. അങ്ങനെ ആണെങ്കിൽ ഐ ഹാവ് സംതിങ് ടു ഗിവ് യു. ഇത് 2 പേർക്കും കൂടെ തരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഐ തോട്ട് എന്തായാലും ഇപ്പൊ 2 കണ്ടസ്റ്റന്റ് ആണല്ലോ, കേറുമ്പോ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഇത് 2 പേർക്കും കൂടി നമ്മൾ ഉണ്ടാക്കിയതാ. അപ്പൊ നൂറയ്ക്കും ഇത് തന്നെ കൊടുക്കാം. ഓക്കെ, കൊടുക്കാം. എനി ഗസ് ഇതെന്തായിരിക്കും? മേ ബി എന്റെ നൂറിന്റെ ഷൈത്തിന്റെ അനുവിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്റെ നൂറിന്റെ അനുവിന്റെ പിക്കായിരിക്കാം. എന്നാണ് അപ്പോഴും എനിക്ക് എന്റെ തോന്നുന്നത്. 100 അനുവാണ്. അല്ല, ശൈത്യ ഉണ്ട്, ഉം. പക്ഷെ അവള് ഫസ്റ്റ് പോയോണ്ട് നമുക്ക് അധികം കിട്ടിയിട്ടില്ല, ഉം. മൊമെന്റ്സ് അവസാനത്തെ കിട്ടിയിട്ടില്ല. chance ആ guess ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുകൂടെ പറഞ്ഞു ലാസ്റ്റ്. എല്ലാരുമായിട്ടുള്ളതായിരിക്കും. ഓ, വേണം. ഇല്ല, ഞാൻ എല്ലാവരും വേറെ എന്താ തരാം. That's for you. താങ്ക് യു. ശരിക്കും പിക്ക് ഇൻസ്റ്റയില് പിൻ ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇനി വെക്കാലോ, ഇനി വെക്കാം. പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റയിൽ പിൻ ചെയ്ത് വെക്കാം. മോളില് യു വിൽ ഗെറ്റ് 2. ഒന്ന് ആലോചിക്ക്, വേറൊരു ഒരു വീട്ടിലേക്ക് ആകെ എല്ലാ വീട്ടിലേക്കും 1 മാത്രമേ പോവുള്ളൂ, ഈ വീട്ടിലേക്ക് 2 പോവും. താങ്ക് യു Happy? സോ മച്ച്, റിയലി ഹാപ്പി. ഇനി അതിലേക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അതിൽ വി വർ നോട്ട് ഷുവർ. ഞാൻ ടച്ചിങ് ഫ്രം ദ ഹാർട്ട്, ഐ എം ടെല്ലിങ് യു. നമ്മള് ആദില, നൂറ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻസ് അകത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന പോലെ നമ്മളും പ്രേക്ഷകരും ആർക്കും തുറന്നു പറയാലോ, എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ ആരും ഉറപ്പല്ലായിരുന്നു. പക്ഷേ എത്ര നിക്കും എന്നുള്ളത്, എത്ര നിൽക്കുന്നും, നിങ്ങൾക്ക് നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നോ, ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും ആർക്കും ഉറപ്പില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ കഴിവ് കൊണ്ടെന്ന് പറയുന്നില്ല, നിങ്ങളുടെ നന്മ കൊണ്ട് എല്ലാവർക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 95 ദിവസം ഒരാളും, അടുത്ത ആള് നമുക്കറിയില്ല, 95 മേലെയല്ലേ ഇനി എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഭൂരിഭാഗം ആൾക്കാരും നിങ്ങളുടെ ഫാൻസ് ആണ്. വാട്ട് മോർ? ആൻഡ് യു ഗൈസ് വർ റിയലി ഗുഡ് ഇൻസൈഡ് ദ ഹൗസ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇനി എന്താണ് പുറത്തിറങ്ങിയ പ്ലാൻ? ഇനി ഇറങ്ങിയിട്ട് കുറച്ച് എന്താ പറയാ, വീണ്ടും ഓഫീസ് പോവോ? ഇല്ല, കുറച്ച് ഗ്യാപ്പ് എടുക്കണം. ഒന്ന് പട്ടായയിലൊക്കെ പോണം. 3 മാസത്തിൽ കൂടുതലൊക്കെ ലീവ് കിട്ടുന്ന കമ്പനി ഉണ്ടോ ഇവിടെ? 3 മാസത്തില് കൂടുതൽ കിട്ടില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യണം. കാരണം ഒരു ബ്രേക്ക് എടുത്തിട്ടേ ഇനി പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കുറെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേക്ക് വേണം. അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് എല്ലാവരായിട്ടൊന്ന് കണക്ട് ചെയ്യാനും ഇതിലൊക്കെ നീ പറഞ്ഞൊക്കെ തീർക്കാലോ. ഓ, എന്തായാലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റും ഒക്കെ നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. ആൻഡ് we will be waiting to see you guys again. Thank you very much. താങ്ക് യു സോ മച്ച്.